Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നാളത്തെ എക്സാമിന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിജയാശംസകൾ. പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അതിലേക്ക് വേണ്ടി നെക്സ്റ്റ് എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് KCS ആക്റ്റും റൂൾസും കംപ്ലീറ്റ് പഠിച്ചു തീർക്കണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മളുടെ പഠിത്തം മുന്നേറാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 24 25 പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. Question number 1. Can a member withdraw shares anytime? Answer: no. Only after holding them for 3 years and as per bylaws. ഒരു മെമ്പർക്ക് തൻ്റെ ഷെയർ ഏത് സമയത്ത് വേണമെങ്കിലും പിൻവലിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബൈലോ പ്രകാരമോ അല്ലെങ്കിൽ 3 വർഷം കൈവശം വെച്ചതിന് ശേഷം മാത്രമേ വിത്ഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ടാവുള്ളൂ. ബൈലോയിൽ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 3 വർഷം കഴിയാതെ വിത്ഡ്രോ സാധ്യമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൂ ഗെറ്റ്സ് ദ ഷെയർ വെൻ എ മെമ്പർ ഡൈസ്? ആൻസർ: നോമിനി ഓർ ലീഗൽ ഹെയർ. ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയർ ആർക്ക് കിട്ടുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ ഹെയർ. ഒരാളെ നോമിനിയായി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്, അങ്ങനെയില്ല എങ്കിൽ പിന്തുടർച്ചാവകാശിയായിട്ട് വരുന്ന ആൾക്കായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്യാൻ ദ നോമിനി ഗെറ്റ് മണി ഇൻസ്റ്റെഡ് ഓഫ് ഷെയർസ്? ആൻസർ: യെസ്, ദേ ക്യാൻ റിക്വസ്റ്റ് പേയ്മെൻറ്റ്. ഷെയറിന് പകരമായിട്ട് മണി ലഭിക്കുമോ ഒരു നോമിനിക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതും സാധ്യമാകും. ഈ നോമിനി പേയ്മെൻ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയും ലഭിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഇഫ് ദ നോമിനി ഈസ് എ മൈനർ? ആൻസർ: ദേ ക്യാൻ സ്റ്റിൽ ഇൻഹെറിറ്റ്. അതായത് ഒരു നോമിനി ഒരു മൈനർ ആണെങ്കിൽ എന്ത് സംഭവിക്കാം? മൈനർ ആണെങ്കിലും അവിടെ ഒരു പ്രശ്നവുമില്ല. അയാളിലേക്ക് ആ ഷെയർ ട്രാൻസ്ഫർ ആകും. അയാൾക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള പരിഗണന ഇതിൽ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 5. ആർ സൊസൈറ്റീസ് പേയ്മെൻറ്റ്സ് ടു നോമിനി ഫൈനൽ? ആൻസർ: യെസ്, ദേ ആർ ലീഗലി വാലിഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഒരു സൊസൈറ്റി നോമിനിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് അന്തിമമായിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെ, അത് ലീഗലി വാലിഡ് ആണ്. സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് പ്രൊവിഷൻ ഓഫ് ദ KCS ആക്ട് സ്പെസിഫിക്കലി ഇമ്പോസസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ് ബൈ എ മെമ്പർ? ആൻസർ ഈസ് സെക്ഷൻ 24. KCS ആക്റ്റിലെ ഏത് പ്രൊവിഷനാണ് ഷെയർ വിത്ഡ്രോ ചെയ്യുന്നതിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 24 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ പ്രോസസ് കോൾഡ് വെൻ ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആർ പാസ്ഡ് ഓൺ ടു ദെയർ നോമിനി ഓർ ലീഗൽ ഹെയർ? ആൻസർ: ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ് അണ്ടർ സെക്ഷൻ 25. ഒരു സംഘത്തിലെ അംഗം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയർസ് നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ ഹെയർസിന് പോകും എന്ന് പറയുന്ന ആ പ്രോസസ്സും അത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? അത് സെക്ഷൻ 25 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയർസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നോമിനിയിലേക്ക് അല്ലെങ്കിൽ ലീഗൽ ഹെയർസിലേക്ക് കൈമാറും. നെക്സ്റ്റ് സെക്ഷൻ 26. ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. സെക്ഷൻ 26 subsection 1. Subject to the provisions of subsection 2, the liability of a past member or of the estate of a deceased member of a society for the debts of the society as they existed. In the case of a past member, on the date on which he ceased to be a member. In the case of a deceased member,
on the date of his death shall continue for a period of 3 years from such date. ഒരു മരിച്ചു പോയ അംഗത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മെമ്പർ അല്ലാത്ത ഒരു പാസ്റ്റ് മെമ്പറിൻ്റെ ബാധ്യതയെക്കുറിച്ചാണ് സെക്ഷൻ 26 പറയുന്നത്. അതിൻ്റെ തന്നെ സബ്സെക്ഷൻ 1 പറയുന്നു, ഒരു മെമ്പർ സജീവമായി പ്രവർത്തനത്തിൽ ആക്റ്റീവായ മെമ്പറായി നിൽക്കുന്ന സമയത്ത് സൊസൈറ്റിക്ക് നിലവിലുണ്ടായിരുന്ന കടങ്ങൾക്ക് ബാധകമാണ്. അതെങ്ങനെയാണ്? ഇൻ കേസ് ഒരു പാസ്റ്റ് മെമ്പർ ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഇപ്പോൾ അദ്ദേഹം മെമ്പർ അല്ല എങ്കിൽ ഒരു പാസ്റ്റ് മെമ്പറുടെ ബാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം എന്നാണോ ഈ ഷെയർ പിന്മാറുന്നത് ആ സമയം വരെ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടാവുള്ളൂ. അയാൾ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് യാതൊരു ബാധ്യതയുമില്ല. എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച തീയതി മുതൽ 3 വർഷം വരെ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടാവും. അത് കഴിഞ്ഞാലാണ് അദ്ദേഹം ആ ബാധ്യതയിൽ നിന്നും വിടുതൽ ലഭിക്കുകയുള്ളൂ. അത് 3 years എന്നുള്ളത് പുതിയ അപ്ഡേഷനാണ്. ഇതുവരെ 2 years എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പറയുന്നത് 3 years വരെ മരിച്ചുപോയ അംഗത്തിന് ബാധ്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് സബ്സെക്ഷൻ 2. Where a society is ordered to be wound up under section 71, the liability of a past member or of the estate of a deceased member who ceased to be a member or died within 2 years immediately preceding the date of the order of winding up shall continue until the entire liquidation proceedings are completed, but such liability shall extended only to the debts of the society as they existed on the date of his ceasing to be a member or death, as the case may be. സെക്ഷൻ 26(2) പറയുന്നു, സെക്ഷൻ 71 പ്രകാരം ഒരു സൊസൈറ്റിയെ ലിക്വിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, വൗണ്ടപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ പാസ്റ്റ് മെമ്പറിൻ്റെയും മരിച്ച അംഗത്തിൻ്റെയും ബാധ്യത അത് എത്രത്തോളം എന്നുള്ളതാണ്. ഇനി വൗണ്ടപ്പ് ചെയ്യാൻ തീരുമാനിച്ച തീയതിക്ക് തൊട്ട് മുമ്പുള്ള 2 വർഷ കാലയളവിലേക്കാണ് ആ ബാധ്യത നിൽക്കുന്നത്. ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, 2 വർഷ കാലയളവ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സ്. ഇപ്പോൾ ഒരാൾ മരിച്ച് 1 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അത് അയാളുടെ ബാധ്യത അതോടുകൂടി കഴിയും. ഇനി 2 വർഷം കഴിഞ്ഞിട്ടും ലിക്വിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ 2 വർഷം ആകുന്ന ആ ദിവസം ആകുമ്പോഴത്തേക്കും അയാളുടെ ബാധ്യത കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. സെക്ഷൻ 26. Liability of past member or estate of deceased member. Section 26 subsection 1 applies to debts of the society that existed when the member was active. A past member is liable for the society's debts as they existed on the date when they ceased to be a member. The estate of a deceased member is liable for 3 years from the date of death. Section 26 subsection 2 liability of past or deceased member in case of winding up applies when a society is ordered to be wound up under section 71 if a person ceased to be a member or died within 2 years before the winding up order. Their liability continues until liquidation is completed. Liability is limited to debts that existed on the date of ceasing to be a member or date of death. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാഷ് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? ആൻസർ വീനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pairs of words is incorrect? ഇവിടെ ആൻസർ വരുന്നത് കാവ്സ് എന്നാണ്. അതായത് പശുക്കുട്ടികളുടെ കാവ്സിന് CALVES ആണ് സ്പെല്ലിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്കിംഗ് അറ്റ് ദ സീരീസ് 31, 29, 24, 22, 17 and dash, what number should come next? Answer is 15. ഇവിടെ ആൻസർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്പറായ 31 നിന്നും 29 കുറച്ചപ്പോൾ 2 കിട്ടി. ഇനി 29 നിന്നും 24 കുറച്ചപ്പോൾ 5.
അടുത്ത 24 നിന്നും 22 കുറച്ചപ്പോൾ 2. ദെൻ 22 നിന്നും 17 കുറച്ചപ്പോൾ 5. അപ്പോൾ 2, 5, 2, 5 എന്ന ആ ഒരു ക്രമത്തിലാണ് കുറയ്ക്കൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത സംഖ്യയായ 17 നിന്നും 2 കുറച്ചപ്പോൾ 15 കിട്ടേണ്ടത്. ആ സംഖ്യയാണ് ആൻസർ. Now your turn to answer. Question number 1. The oldest port of India is. Next question. Antonyms of alleviate. Next question. 4 numbers have been given, out of which 3 are alike in some manner and 1 is different. Select the one that is different. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും നാളത്തെ എക്സാമിനുള്ള വിജയാശംസകൾ. എല്ലാവരും നന്നായി എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.